ഹലോ ഡി നീറ്റ് ആസ്പിറൻസ്. സോ നമ്മുടെ നീറ്റ് റിസൾട്ടുകൾ വന്നിരിക്കുകയാണ്. ഓരോ കാറ്റഗറി വൈസ് ഉള്ള കട്ട് ഓഫ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ നമ്മൾ ക്വാളിഫയിങ് മാർക്ക് ഒക്കെ കണ്ടു. ആ ക്വാളിഫയിങ് മാർക്ക് അല്ല, ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാൻ ഓൾ ഇന്ത്യ തലത്തിൽ, ഓൾ ഇന്ത്യ കോട്ട വഴി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എയിം സീറ്റുകൾ ആയിക്കോട്ടെ, അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ടുള്ള ഗവൺമെന്റ് സീറ്റിന്റെ സാധ്യതകളാണ് കാറ്റഗറി വൈസ് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. അതായത് ജനറൽ കാറ്റഗറി എത്ര നീറ്റ് സ്കോർ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ഏത് ഓൾ ഇന്ത്യ റാങ്ക് റേഞ്ച് ഉള്ളവർക്ക് ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടും. SC ST കാറ്റഗറിയിൽ, OBC കാറ്റഗറിയിൽ, ഇങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ഉള്ള നിങ്ങളുടെ സാധ്യതകൾ പരിശോധിക്കാം. ആദ്യം ഒന്ന് റിസൾട്ട് അനാലിസിസ് നടത്തിയാൽ 19 കാൻഡിഡേറ്റ്സ് ആണ് 720 700 എബവ് സ്കോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു നീറ്റ് എക്സാം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 700 താഴെയാണ് AR റാങ്ക് 1ന്റെ വരെ സ്കോർ 700 താഴെയായിരുന്നു. അത്രയും ടഫ് ആയിരുന്നു എക്സാമിനേഷൻ. പക്ഷെ ഇത്തവണ 700 മുകളിൽ 700 എബോവ് വാങ്ങിയത് 19 കാൻഡിഡേറ്റ്സ് ആണുള്ളത്. ആൻഡ് 1492 കാൻഡിഡേറ്റ്സ് 650 അതിന് മുകളിലും സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത് 650 എബോവ് ആണെങ്കിൽ, 650 മുകളിലാണെങ്കിൽ നിങ്ങൾ ഓൾ ഇന്ത്യ റാങ്ക് 1492 അല്ലെ? യെസ്. അതേപോലെ 600 മുകളിലും വാങ്ങിയത് 10,160 കാൻഡിഡേറ്റ്സ് ആണ്. 500 മുകളിലും വാങ്ങിയത് ഏകദേശം 1,00,000 കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? 500 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. റെഡി? യെസ്. അതാണ് ഒരു അനാലിസിസ്. പിന്നെ ക്വാളിഫൈ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഓരോ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇനി കട്ട് ഓഫ് സ്കോറിലേക്ക് കടക്കാണ്. ഏതൊരു കട്ട് ഓഫ് സ്കോറിനാണ്, ഏതൊരു ഓൾ ഇന്ത്യ റാങ്കിനാണ് നമ്മളൊരു ഗവൺമെന്റ് MBBS സീറ്റ് ഇത്തവണ എക്സ്പെക്ട് ചെയ്യുന്നത്? ജനറൽ കാറ്റഗറിയിൽ 555-നും 565-നും ഇടയിലാണ്. ഇതൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാത്രമാണ് കുഞ്ഞുങ്ങളെ. ഒരിക്കലും ഇതാണ് ഫൈനൽ കട്ട് ഓഫ്, NTA ഒഫീഷ്യൽ കട്ട് ഓഫ് അങ്ങനെയൊന്നും അല്ല. അത് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്ന മുറയ്ക്ക്, ഇപ്പോൾ നിങ്ങൾ എയിംസിലേക്ക് കൊടുത്തു, കുറെ പേർ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക് കൊടുത്തു. അതായത് ഇപ്പൊ കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകൾ, അതായത് ഇപ്പൊ 100 സീറ്റുള്ള ഒരു മെഡിക്കൽ കോളേജിലെ 15 സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട റിസർവ്ഡ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ആയിക്കോട്ടെ, യൂണിയൻ ടെറിട്ടറിയിലെ ആയിക്കോട്ടെ, നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കട്ട് ഓഫ് ക്രോസ് ചെയ്ത കുട്ടികൾക്ക് ഈ സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സീറ്റുകളുണ്ട്, എയിംസിലെ സീറ്റുകളുണ്ട്, ജിപ്മറിലെ സീറ്റുകളുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ സീറ്റുകളുണ്ട്. ഇത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ സീറ്റുകളുണ്ട്. അപ്പൊ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്ന മുറയ്ക്കായിരിക്കും ഏത് റാങ്ക് വരെ ഉള്ളവർക്കാണ് ഒരു കോളേജിൽ കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. ബട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു 555-നും 565-നും ഇടയിലുള്ളവർക്ക് ഏതെങ്കിലും ഒരു ഓൾ ഇന്ത്യ കോട്ട സീറ്റോ, എയിംസ് കോളേജുകളിലെ, ജിപ്മർ കോളേജുകളിലെ ഒക്കെ പല പല സീറ്റുകളിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കിട്ടാനുള്ള സാധ്യത നമ്മൾ പറയുകയാണ്. അപ്പോൾ കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 28,000-ന് ഇടയിലായിരിക്കും. ഒരു 28,000 റാങ്കിനുള്ളിൽ വന്നവർക്ക്, അല്ലെങ്കിൽ ഒരു 25,000 റാങ്കിനുള്ളിൽ വന്നവർക്ക് ഒരു ഗവൺമെന്റ് MBBS സീറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. യെസ്. അടുത്തത് OBC കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു 550-ക്കും 560-ക്കും ഇടയിൽ സ്കോർ ചെയ്ത കുട്ടികൾക്ക് ഗവൺമെന്റ് MBBS സീറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 45,000 റാങ്കിനുള്ളിൽ, ഓൾ ഇന്ത്യ റാങ്ക് 45,000-നുള്ളിൽ വന്നവർക്ക്, ഇത് കേരള റാങ്ക് അല്ല കേട്ടോ, ഓൾ ഇന്ത്യ റാങ്ക്. ഇപ്പോൾ വന്നിരിക്കുന്ന AARൽ 45-നുള്ളിൽ വന്നവർക്ക്, 45K'ക്കുള്ളിൽ വന്ന OBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ സാധ്യത കൽപ്പിക്കുന്നുണ്ട്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 455 to 465, ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു 440-നും 450-നും ഇടയിൽ സ്കോർ ചെയ്തവർക്ക് നമ്മൾ ഒരു സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ജസ്റ്റ് ആൻ എക്സ്പെക്റ്റഡ് സ്കോർ. ഓക്കെ, അത് ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കാണ്. ഓക്കെ, ഒരുപാട് പ്രഡിക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഏകദേശം എല്ലാവരും ഈ ഒരു റേഞ്ച് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് നോക്കാം, 701-നും 720-നും ഇടയിൽ 19 കാൻഡിഡേറ്റ്സ് ആണ് സ്കോർ ചെയ്തിരിക്കുന്നത്. 651-നും 700-നും ഇടയിൽ 1371 പേര്, 601-നും 650-നും ഇടയിൽ 8,425 പേര് സ്കോർ ചെയ്തിട്ടുണ്ട്. 501-നും 550-നും ഇടയിൽ 52,471 കുട്ടികളും, 451-നും 500-നും ഇടയിൽ 77,023 കുട്ടികളും, 401-നും 450-നും ഇടയിൽ 1,05,403 കുട്ടികളുമാണ് ഏകദേശം വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റേഞ്ച് ആണ് കിട്ടിയ കുട്ടികളുടെ ആ ഒരു സ്കോർ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു 455, 465, ഓക്കെ, 465 ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 60,000 ഓൾ ഇന്ത്യ റാങ്ക് ഒക്കെ വരുന്ന കുട്ടികളാണ് ആ ഒരു റേഞ്ചിൽ വന്നിരിക്കുന്നത്. അതേപോലെ 440, 450 എന്ന് പറയുന്നത് ഏകദേശം 1,00,000-നും
1.5 ലക്ഷത്തിനും ഇടയിൽ, ഓക്കെ, ഇടയിലായിട്ട് വരുന്ന ഒരു റാങ്ക് ആണ്. അപ്പൊ ഇത്രയും ഓൾ ഇന്ത്യ റാങ്കിനാണ് നമ്മൾ പോസിബിലിറ്റി, സാധ്യത കാണുന്നത്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് MBBS സീറ്റിന്റെ സാധ്യത കാണുന്നത്. ഞാൻ വീണ്ടും പറയാണ്, കേരളത്തിലെ MBBS സീറ്റുകൾ മാത്രമല്ല, ഓൾ ഇന്ത്യ തലത്തിൽ ഒരുപാട് സീറ്റുകളുണ്ട്. കേരളമല്ല, ഇപ്പൊ കർണാടക ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റിലേക്ക്, 15% സീറ്റിലേക്ക് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ജിപ്മർ ക്യാമ്പസുകളുണ്ട്, എയിംസ് ക്യാമ്പസുകളുണ്ട്. ഈ ക്യാമ്പസുകളിലേക്കൊക്കെ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ആർക്കൻ എക്സിന്റെ കമ്മ്യൂണിറ്റി നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മക്കളെ. ആൻഡ് ഇനി അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടായിരിക്കും നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കേരള സ്കോറും കേരള റാങ്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും മീറ്റ് ചെയ്യാം. എല്ലാ മക്കൾക്കും ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് തന്നെ ഈ വർഷം തന്നെ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.